ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലാണ്, അതായത് കോഴഞ്ചേരിയുള്ള. ഇവിടുത്തെ ആശുപത്രിയിൽ ആംബുലൻസുകളില്ല എന്നാണ് മാധ്യമ വാർത്തകൾ. 4 ആംബുലൻസുകളിൽ 2 ആംബുലൻസ് കേടായിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ടെസ്റ്റിങ്ങിനാണ് ആംബുലൻസ് കൊണ്ടുപോയത്. അത് രോഗികളുടെ സുരക്ഷയെ പരിഗണിച്ചുകൊണ്ടാണ്. കൂടുതൽ പറയാൻ വേണ്ടി ഡോക്ടർ നിതീഷുണ്ട്. കോളേജ് ഹോസ്പിറ്റലിൻ്റെ സൂപ്രണ്ടാണ് ഡോക്ടർ നിതീഷ്. സാറേ, ഇപ്പോൾ നമ്മുടെ പുറകിൽ തന്നെ ഇപ്പോൾ ആംബുലൻസ് ഉണ്ട്. ഇതൊക്കെ കേടായിപ്പോയെന്നാണ് പറയുന്നത്. 2 ആംബുലൻസ് ശരിക്കും കേടാവുകയാണോ അതോ ഇത് കംപ്ലൈൻ്റ് ആയതുകൊണ്ടോ അതോ ടെസ്റ്റിംഗ് ആയിരുന്നോ? നമുക്ക് നമ്മുടെ നിലവിലുള്ള 2 ആംബുലൻസുകൾ ടെസ്റ്റിങ്ങിനാണ് കയറ്റിയത്. നമുക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്ന് ഒരു ഷെഡ്യൂൾ തരും. അതിനനുസരിച്ച് നമ്മൾ വർക്ക്ഷോപ്പിൽ കയറ്റി അതിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ടെസ്റ്റിങ്ങിനാണ് ഹാജരാക്കുന്നത്. തകരാറിലല്ലായിരുന്നു? അല്ലല്ല, തകരാറിലല്ലായിരുന്നു. ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് വണ്ടി കൊണ്ടുപോയിരുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ ആശുപത്രിയിലെ ആംബുലൻസ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു ഷെഡ്യൂൾ DMO നിന്ന് തന്നിട്ടുണ്ട് എല്ലാ വണ്ടികൾക്കും. അതനുസരിച്ചാണ് നമ്മൾ എല്ലാ മാസം 2-3 മാസം കൂടുമ്പോൾ നമ്മൾ ടെസ്റ്റിങ്ങിന് കയറ്റുന്നത്. രോഗികളുടെ സുരക്ഷ നമുക്ക് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ടെസ്റ്റിന് കയറ്റി പാസ്സായ വണ്ടികൾ മാത്രമേ നമ്മൾ നിരത്തിൽ ഓടിക്കുകയുള്ളൂ. പാസ്സായി കുട്ടപ്പനാക്കി കൊണ്ടുവന്ന ആംബുലൻസ് ആണ് ഈ ആംബുലൻസും അതുപോലെ അവിടെ ഒരു ആംബുലൻസും കൂടി കിടപ്പുണ്ട്. അങ്ങനെ 2 ആംബുലൻസാണ് നിലവിൽ നമുക്ക് ജില്ലാ ആശുപത്രിയിൽ പ്രാവർത്തികമായിട്ടുള്ളത്. അതായത് ഒന്നാമത്തെ കാര്യം, ഈ തകരാറിലാണെന്നുള്ള വാർത്ത തെറ്റാണ് അല്ലേ? വാർത്ത തെറ്റാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇത് ടെസ്റ്റിംഗ് ആയി കൊണ്ടുവരുന്നത്, ഷെഡ്യൂൾഡ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കയറ്റിയിരിക്കുകയായിരുന്നു വണ്ടി. പിന്നെ ശബരിമല സീസൺ ആയതുകൊണ്ട് നമുക്ക് വർക്ക്ഷോപ്പിൽ കുറച്ചൊരു ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. അതിൻ്റെ ഒരാഴ്ച ഡിലേ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇനിയിപ്പോൾ രോഗികൾക്ക് ഇത് ഇപ്പം ഉപയോഗിച്ച് തുടങ്ങിയില്ലേ? തീർച്ചയായും നമ്മളിപ്പം ഓടി തുടങ്ങിയിട്ടുണ്ട്. ഡ്രൈവറിന് പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എല്ലാ രോഗികളെയും നമ്മൾ ഈ ആംബുലൻസുകളിൽ തന്നെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. മറ്റ് 2 ആംബുലൻസുകൾ, ഒന്ന് കോട്ടയം മെഡിക്കൽ അപകടത്തിൽപ്പെട്ടു, മറ്റൊന്ന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിൻ്റെ പ്രശ്നമില്ല. അതെ. അപകടത്തിൽപ്പെട്ട ആംബുലൻസ് നമ്മളിപ്പം എസ്റ്റിമേറ്റ് എടുത്ത് ജില്ലാ മെഡിക്കൽ ഓഫീസ് വഴി DHSലേക്ക് അയക്കുന്നുണ്ട്. അത് ഉടനെ തന്നെ അത് സാങ്ഷൻ ആകുന്ന മുറയ്ക്ക് അത് നമ്മൾ നിരത്തിലിറക്കും. മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞാൽ, ഈ വാർത്ത തന്നെ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരാഴ്ച ഡിലേ വന്നല്ലോ. ഈ ഒരാഴ്ച കാലയളവിൽ ഇവിടുത്തെ രോഗികൾക്ക് വലിയ ചാർജ് കൊടുത്ത് സ്വകാര്യ ആംബുലൻസുകളെ ആശ്രയിക്കേണ്ടി വന്നു എന്നാണ്. ഇപ്പോൾ ഞങ്ങളോട് വരുമ്പോൾ 108 ആംബുലൻസ് കിടപ്പുണ്ട്. യഥാർത്ഥത്തിൽ 108 ആംബുലൻസിനൊന്നും സേവനമൊന്നും കിട്ടിയില്ലേ? തീർച്ചയായും 108 ആംബുലൻസ് നമുക്ക് വലിയ സഹായമാണ്. ഏകദേശം ഒരു 60-70% രോഗികളെയും 108 ആംബുലൻസാണ് ഈ കാലയളവിൽ കൊണ്ടുപോയിരുന്നത്. നമ്മളെപ്പം വിളിച്ചാലും 108ൻ്റെ സേവനം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതുകൂടാതെ സ്വന്തം വാഹനങ്ങളിലും കൊണ്ടുപോകുന്നുണ്ട് പേഷ്യൻസിനെ. കണക്ക് എങ്ങനെ ഡോക്ടർ? ഏകദേശം നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചത്തെ വണ്ടി ഇല്ലാത്ത സമയത്തെ ഒരാഴ്ചത്തെ കണക്കെടുത്തപ്പോൾ 55 രോഗികളെയാണ് നമ്മൾ ഈ ആശുപത്രിയിൽ നിന്ന് റെഫർ ചെയ്തിരുന്നത്. അതിൽ ഏകദേശം 24 പേരെ 108 ആംബുലൻസ് കൊണ്ടുപോയിട്ടുണ്ട്. പകുതി ആളുകൾ 108 ആംബുലൻസിൽ ആശ്രയിക്കാൻ, സർക്കാരിൻ്റെ തന്നെ 108 സംവിധാനത്തിൽ ആശ്രയിക്കാൻ പറ്റി. അതെ, തീർച്ചയായും. അതുപോലെ 20-21 പേരെ പിന്നെ സ്വന്തം വണ്ടിയിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പം വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ നമുക്ക് പ്രൈവറ്റ് ആംബുലൻസിൽ കൊണ്ടുപോകേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ. അതും വളരെ എമർജൻസി സിറ്റുവേഷനിൽ 1-2 പേഷ്യൻസിനെ നമ്മൾ തന്നെ പ്രൈവറ്റ് ആംബുലൻസ് വിളിച്ച് വിടുകയായിരുന്നു. പക്ഷേ അതിൻ്റെ നമ്മൾ HMCന്ന് റീകൂപ്പ് ചെയ്ത് നമ്മൾ തന്നെ ആശുപത്രി തന്നെ HMCയുടെ ഒരു ഇതോടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പേഷ്യൻസിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ കഴിയുന്നതും അങ്ങനെ പൈസ ഈടാക്കാറില്ല. പ്രൈവറ്റ് ആംബുലൻസിന് ഈ പറഞ്ഞ പോലെ ഉള്ള തുകയൊന്നും നമ്മൾ ഇതുവരെയും അങ്ങനെ ഈടാക്കേണ്ടി വന്നിട്ടില്ല. ഏതായാലും 2 ഹോസ്പിറ്റൽ ആംബുലൻസ് 108 ഉണ്ട്. മറ്റു 2 ഇനിയിപ്പോൾ അത് ശരിയായി വരേണ്ടതായിട്ട് കാലതാമസമുണ്ട്. അത് വരട്ടെ. അപ്പോൾ എന്തായാലും ഇവിടെ ഏതെങ്കിലും തരത്തിൽ പരാതികൾ ഉയർന്നു വരുന്നുണ്ടോ? ഇല്ല. നമുക്ക് ഈ കാലഘട്ടത്തിലും പരാതി ഇല്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ പരിഹരിക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. രോഗികളുടെ ഭാഗത്തുനിന്ന് നമുക്ക് പരാതികളൊന്നും ലഭിച്ചിട്ടില്ല. ഏതായാലും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നു. പക്ഷേ ചില സംശയങ്ങൾ ഉയരുകയാണ്. എന്താണ് പിന്നെ ഇങ്ങനെ ആംബുലൻസ് ഇല്ല എന്നൊക്കെ ആളുകൾ പറയുന്നത്? സത്യം പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു കാലയളവിൽ പോലും അത് വലിയ രീതിയിലൊരു കംപ്ലൈൻ്റ് ആക്കി അങ്ങനെ അത് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് പല തരത്തിൽ ശ്രമം നടക്കുന്നുണ്ട്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഞങ്ങളെപ്പോലെയുള്ള ആത്മാർത്ഥമായിട്ട് ജോലിയെടുക്കുന്ന ഉദ്യോഗസ്ഥരുടെ മൊറയിൽ സത്യം പറഞ്ഞാൽ കുറയ്ക്കുന്ന ഒരു പ്രവൃത്തിയാണ്. നമ്മളുടെ ഭാഗത്തുനിന്ന് നമ്മൾ 24 മണിക്കൂറും സേവനത്തിലിരിക്കുകയാണ്. നമ്മുടെ ഭാഗത്തുനിന്ന് രോഗികൾക്ക് മാക്സിമം അവർക്ക് ബെനിഫിറ്റ് കിട്ടണം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഡോക്ടറിന് ഓർമ്മയെടുക്കും, മുമ്പ് ഇരട്ടത്തിരുന്ന് ചികിത്സിക്കുന്ന ഒരു വ്യാജ വാർത്ത, അന്ന് നമ്മളത് ആ വാർത്ത സത്യാവസ്ഥ പുറത്തുകൊണ്ടത്, അന്ന് ഇത്തരത്തിലില്ല. അതൊന്നും ആ കാര്യം ഓർത്തെടുക്കാവോ? അതെ, തീർച്ചയായും. അന്നും ഇതുപോലെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് അത് മുൻപേ നമ്മൾ അറിയിച്ചിരുന്നതാണ്. ഇതുപോലെ ഈ അരമണിക്കൂർ നമ്മൾ ഷെഡ്യൂൾഡായിട്ട് കറണ്ട് ഓഫാക്കും എന്നുള്ളത്. പക്ഷേ അതിന് വേണ്ടി ബദൽ സംവിധാനങ്ങൾ ഉൾപ്പെടെ നമ്മൾ ആശുപത്രിയിൽ എല്ലാം നമ്മൾ ഏർപ്പെടുത്തിയിട്ടാണ് ആ സമയത്ത് വൈദ്യുതി ഓഫാക്കിയത്. അതും ഇതുപോലെ തന്നെ ഈ രീതിയിൽ തന്നെ സമാന രീതിയിൽ ചിത്രീകരിക്കുകയുണ്ടായി. ആ സമയത്ത് നമുക്ക് വലിയ വിഷമം ഉണ്ടായിരുന്നു. ഇത്തരം വ്യാജ വാർത്തകളൊക്കെ വരുമ്പോൾ ഈ ഹോസ്പിറ്റൽ കോഴഞ്ചേരി ജില്ലാ ആശുപത്രി, പത്തനംതിട്ട ജില്ലാ ആശുപത്രി വികസന രംഗത്ത് വലിയ കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, തീർച്ചയായും. നമുക്ക് നമ്മുടെ പുതിയ കെട്ടിടം ഒരു 1.5 മാസത്തെ എക്സ്റ്റേണൽ വർക്കും കൂടിയുണ്ട്. അതിനുശേഷം നമ്മൾ ഉദ്ഘാടനത്തിന് ആയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ നമുക്ക് ലക്ഷ്യ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിൻ്റെ ലേബർ റൂമും അതുപോലെ വാർഡുകളും വന്നു. അതുപോലെ IoT
നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ണിൻ്റെ ഓപ്പറേഷൻസ് ഇപ്പം നമ്മൾ ജില്ലാ ആശുപത്രിയിൽ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഒരു ഡെഡിക്കേറ്റഡ് ഐ യൂണിറ്റ് തന്നെയാണ് ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ നമ്മളും പങ്കാളിയാകുന്നുണ്ട് എല്ലാ തരത്തിലും. ഓപ്പറേഷൻ തിയേറ്റർ പ്രത്യേകത കൂടി ഒന്ന് പറയാമോ? ലക്ഷ്യ ഓപ്പറേഷൻ തിയേറ്റർ നമ്മൾ എമർജൻസി ആയിട്ട് നമ്മൾ അതിൻ്റെ ക്വാളിറ്റിയാണ് ഏറ്റവും നാഷണൽ സ്റ്റാൻഡേർഡ്സിൽ പറഞ്ഞിരിക്കുന്ന പ്രിസ്ക്രൈബ് സ്റ്റാൻഡേർഡ്സിൽ തന്നെയാണ് ലക്ഷ്യ ലേബർ റൂമും അതുപോലെ ഓപ്പറേഷൻ തിയേറ്ററും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫുൾ മോഡുലാറാണ്. മോഡുലാർ എന്ന് വെച്ചാൽ എല്ലാം ഡിജിറ്റൽ തരത്തിൽ ഏറ്റവും നവീകരിച്ച ഒരു ഓപ്പറേഷൻ തിയേറ്റർ തന്നെയാണ്. ഇൻഫെക്ഷൻ കൺട്രോൾ ആണെങ്കിലും അതുപോലെ ഓപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ ആ ഒരു ഈസ് ആണെങ്കിലും ഒക്കെ ലക്ഷ്യ ഓപ്പറേഷൻ തിയേറ്ററിൽ വളരെ നന്നായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ രോഗികൾക്ക് മെച്ചപ്പെട്ട ക്വാളിറ്റി സേവനമാണ് നമ്മൾ ലക്ഷ്യ വഴി ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും വികസനം. എന്തായാലും ആംബുലൻസുകൾ മുടങ്ങില്ല. 2 ടെസ്റ്റിങ്ങിന് ആംബുലൻസിനെ കയറ്റിയതിനെയാണ് തകരാറിലായെന്ന് വ്യാഖ്യാനിച്ചു. അതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഒരു ചടങ്ങിൽ നമുക്ക് MBFHI മദർ ആൻഡ് ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ കിട്ടി. നമ്മുടെ ജില്ലയ്ക്ക് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് 6 കേരള പുരസ്കാരം 2ാം സമ്മാനം താങ്കൾക്ക് അറിയാമല്ലോ, അത് കിട്ടി. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് റിവാർഡും കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ലക്ഷ്യയിലേക്ക് പോകും, അത് കഴിഞ്ഞ് NQSലേക്ക് പോകും. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ക്വാളിറ്റിയും നമ്മൾ അതുപോലെ കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ നല്ല വാർത്തകൾ പല മാധ്യമങ്ങളിലും കാണാൻ സാധ്യമല്ല. പകരം ആശുപത്രിയിലുണ്ടാകുന്ന ചെറിയ വീഴ്ചകളെയോ അല്ലെങ്കിൽ വീഴ്ചകളല്ലാത്തതിനെ പോലും വലിയ വീഴ്ചകളാക്കിക്കൊണ്ട് മാറ്റുന്ന വാർത്തകളാണ്. ഇത്തരം സ്വകാര്യ ആംബുലൻസ് സർവീസിന് എല്ലാം ശരിയാണെന്ന് അവകാശപ്പെടുന്നില്ല. ചില ആളുകൾ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷെ ഓർക്കുക, ഒരു മേഖലയെ ആകെ അധിക്ഷേപിക്കുന്നത് ശരിയല്ല. കാരണം സ്വകാര്യ മേഖലയോട് ചേരുമ്പോഴാണ് ആരോഗ്യരംഗം പൂർണ്ണമാകുന്നത്. ഏതായാലും കോഴഞ്ചേരിയിലെ വസ്തുതകൾ അല്ലെങ്കിൽ കോഴഞ്ചേരിയിലെ ശരിയായ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജി ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.